നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് പോകേണ്ടത് ഒരു റിപ്പോർട്ടിലേക്കാണ്. ഈ റിപ്പോർട്ട് പറയുന്ന കാര്യങ്ങൾ വളരെയധികം ഷോക്കിംഗ് ആണ്. അതായത് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഗസ, സിറിയ, ലെബനൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇസ്രയേലി പട്ടാളം വൻ രീതിയിൽ കൊള്ള നടത്തിയിട്ടുണ്ട് എന്നാണ് ഈ ഒരു റിപ്പോർട്ട് പറയുന്നത്. ഈ ഒരു റിപ്പോർട്ട് സംബന്ധിക്കുന്ന സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് വായിച്ചു നോക്കാം. ഇതിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം ഷോക്കിംഗ് ആണ്. ഏകദേശം $28 മില്യൺ ഈ ഒരു രീതിയിൽ പിടിച്ചെടുത്തതായിട്ട് പറയപ്പെടുന്നത്. ഇസ്രയേലിന്റെ തന്നെ മാധ്യമമായിട്ടുള്ള വൈനെറ്റാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. കൂടുതലും ഹിസ്ബുള്ളയുടെ കൈവശമുള്ള സാധനങ്ങളാണ് കൂടുതലായിട്ടും പിടിച്ചെടുത്തിരിക്കുന്നത്. അതായത് യുദ്ധ ഉപകരണങ്ങൾ മുതൽ അവർ ഉപയോഗിക്കുന്ന യൂണിഫോം വരെ, കാലിലിടുന്ന ബൂട്ട് വരെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ ഇസ്രയേൽ ഇത് പിടിച്ചെടുത്തതിന് ശേഷം ഇതെന്ത് ചെയ്തു എന്നതിനെക്കുറിച്ച് കാര്യമായൊരു വ്യക്തത ഇപ്പോഴുമില്ല. അതിനിടെ ഇസ്രയേലിന്റെ തന്നെ സൈനിക മേധാവി ഈജിപ്തിനെ കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ വൻ ശ്രദ്ധ നേടുന്നുണ്ട്. ഈജിപ്തിനെ നമുക്കറിയാം, വളരെയധികം സൈനിക ശേഷിയുള്ള ഒരു രാജ്യമാണ് ഈജിപ്ത് എന്ന് പറയുന്നത്. ഈജിപ്തിൽ സർക്കാർ മാറുകയാണ് എന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഇസ്രയേലിനെതിരെ തിരിയാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഈ ഇസ്രയേലി സൈനിക മേധാവി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇസ്രയേലിന്റെ സ്ഥാനമൊഴിയുന്ന സൈനിക മേധാവിയായിട്ടുള്ള ഹെൻസി ഹലേവിയാണ് ഇത് സംബന്ധിച്ച് പ്രസ്താവന നടത്തിയത്. ഇസ്രയേലിന്റെ തന്നെ ചാനലായിട്ടുള്ള ചാനൽ 14 എന്ന് പറയുന്ന ഒരു മാധ്യമത്തിന് നൽകിയ ഇന്റർവ്യൂവിലാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. ഈജിപ്തിന് വലിയ സൈന്യമുണ്ട്, അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങളുണ്ട്, ആധുനിക വിമാനങ്ങളുണ്ട്, ആധുനിക അന്തർവാഹിനികളുണ്ട്. അതിനാൽ തന്നെ ഭാവിയിൽ ഈജിപ്ത് ഇസ്രയേലിനെതിരെ തിരിയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇസ്രയേലിനെ സംബന്ധിച്ച് കനത്ത പ്രതിസന്ധി തന്നെ സൃഷ്ടിക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം, ഈജിപ്തും ഇസ്രയേലും എന്ന് പറയുന്നത് അടുത്തടുത്ത് കിടക്കുന്ന രാജ്യമാണ്. അതായത് സ്വന്തം അടുത്ത് തന്നെയായിട്ട് ഇത്തരം ഒരു വൻ ശക്തി തങ്ങൾക്കെതിരെ തിരിയുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇസ്രയേലിനെ സംബന്ധിച്ച് കനത്ത പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മറ്റൊരു വാർത്ത വരുന്നത് ഗസയിൽ ഇസ്രയേൽ നടത്തിയിട്ടുള്ള ഈ ഒരു അതിക്രമത്തിന്റെ പേരിൽ അമേരിക്കയിൽ ഇസ്രയേലിനുണ്ടായിരുന്ന ജനപിന്തുണയ്ക്ക് ഇപ്പോൾ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്ന രീതിയിലാണ് ഒരു റിപ്പോർട്ട് വരുന്നത്. ഈ ഒരു റിപ്പോർട്ടിൽ ഒരു വലിയ വിഭാഗം ജനങ്ങൾ തന്നെ പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്, അതായത് അമേരിക്കയിലെ ജനങ്ങൾ പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിനിടെ ഇസ്രയേലിന് തന്നെ ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയിരുന്ന അമേരിക്കയിലുള്ള ജൂതന്മാർക്കിടയിലും പിളർപ്പ് കാണാൻ നമുക്ക് സാധിക്കും. അതായത് അവരുടെ അഭിപ്രായങ്ങളിലും ഇപ്പോൾ ഒരു പിളർപ്പുണ്ടായിട്ടുണ്ട്. അതായത് സെന്റർ ഫോർ സെക്യൂരിറ്റി ആൻഡ് ഫോറിൻ അഫയേഴ്സ് പുറത്തിറക്കിയിട്ടുള്ള ഒരു സർവേ പ്രകാരം ഗസയിൽ ഇസ്രയേൽ വംശഹത്യ നടത്തുകയാണ് എന്ന് മൂന്നിലൊന്ന് ജൂതന്മാരും, ഇത് അമേരിക്കയിലുള്ള ജൂതന്മാരും അഭിപ്രായപ്പെട്ടു എന്നാണ് ഈ ഒരു സർവേയിൽ പറയുന്നത്. അതായത് അമേരിക്കയിലുള്ള ജൂതന്മാരിൽ നിന്ന് തന്നെ ഇസ്രയേലിന് ഇപ്പോൾ വേണ്ട രീതിയിലൊരു പിന്തുണ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സാഹചര്യത്തിൽ അത് സംശയമാണ്. ഇത് സംബന്ധിച്ച് വിശദമായൊരു ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പ്രശസ്ത ജേർണലിസ്റ്റ് ആയിട്ടുള്ള ആന്റണി ലാവോൺസ്റ്റി ആണ്.